ഓക്കെ. +2ന്റെ കാര്യങ്ങൾ മനസ്സിൽ ഓർമ്മിച്ചാൽ ബില്ലിൽ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? ആദ്യം ഒരു ബില്ലിന്റെ എൻട്രി, പിന്നെ ബില്ല് ഡിസോണർ, ബില്ല് റിട്ടയറിങ്, ബിൽ എൻഡോസിങ്, ബിൽ ഡിസ്കൗണ്ടിങ്, ഇതിൻ്റെയൊക്കെ എൻട്രി ഇല്ലേ? ഓക്കെ, അത് കുറച്ചൊക്കെ നമുക്ക് ഇവിടെ ആവശ്യം വരും, ബട്ട് എന്നാലും നോക്കാം. ബട്ട് ബിൽ റിസീവബിൾ അക്കൗണ്ട്. ഓക്കെ ഓക്കെ. ബിൽ റിസീവബിൾ ആരാണ്? അസറ്റ് ആണോ ലയബിലിറ്റി ആണോ? ബിൽ റിസീവബിൾ ഒരു അസറ്റ് ആണ്. അസറ്റ് ആണെങ്കിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം, ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. അസറ്റിന്റെ ഓപ്പണിംഗ് ബാലൻസ് എന്താ? ഡെബിറ്റ് ആണ്. സോ ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് എഴുതണം. ഓക്കെ. അതേപോലെ ഇപ്പൊ നമ്മൾ അസറ്റിന്റെ ലയബിലിറ്റിന്റെ ഓപ്പണിംഗ് ക്ലോസിംഗ് പറഞ്ഞു. അതേപോലെ എക്സ്പെൻസ് ഉണ്ട്, ഇൻകം ഉണ്ട് അല്ലെ? ഓക്കെ. എക്സ്പെൻസ് ആണെങ്കിലോ, എക്സ്പെൻസ് സെയിം അസറ്റിന്റെ റൂളാണ് കേട്ടോ. ഇൻക്രീസ് ആണെങ്കിൽ ഡെബിറ്റ്, ഡിക്രീസ് ആണെങ്കിൽ ക്രെഡിറ്റ്. ഇൻകത്തിനാണെങ്കിൽ ലയബിലിറ്റിന്റെ റൂളാണ് വരിക. അതായത് ഇൻക്രീസ് ആണെങ്കിൽ ക്രെഡിറ്റ്, ഡിക്രീസ് ആണെങ്കിൽ ഡെബിറ്റ്. ഓക്കെ ഓക്കെ. ബാലൻസ് ബി ബാർ ഡി എന്ന് എഴുതാം. അപ്പം ഓട്ടോമാറ്റിക്കലി ക്ലോസിംഗ് ഇവിടെ വരും. ഓക്കെ. ഇനി ബിൽ റിസീവബിൾ. ഓക്കെ. ബിൽ റിസീവബിളിന് ക്യാഷ് കിട്ടി. ഞാൻ നേരത്തെ ഒരു എൻട്രി എഴുതിയില്ലേ? ബിൽ റിസീവബിൾ മെച്യൂർഡ് ആകുമ്പോൾ നമുക്ക് ക്യാഷ് കിട്ടും. പകരം നമ്മളെ കയ്യിലുള്ള ബില്ല് ഡെബിറ്റ് അല്ലേ, ബിൽ അസറ്റ് അല്ലേ, അപ്പൊ അതിനെ ക്യാൻസൽ ചെയ്യാൻ ക്രെഡിറ്റ് ചെയ്യണം. സോ ബിൽ റിസീവബിൾ അക്കൗണ്ടിൽ എന്ത് എൻട്രി വരും? ബൈ ക്യാഷ്. സോ ഇവിടെ നമ്മൾ ബില്ല് കിട്ടിയാൽ ബൈ ക്യാഷ് എന്ന് എഴുതണം. ക്ലിയർ ആണോ? ഓക്കെ. അതായത് ഇപ്പൊ തരാനുള്ള ബില്ലിന് പൈസ കിട്ടിയാൽ നമ്മൾ അവിടെ ക്യാഷ് ഓർ ബാങ്ക്, ഇറ്റ് ഡിപ്പെൻസ്. ഇനി ഈ ഇയറിൽ പുതിയൊരു ബില്ല് കിട്ടി. പുതിയൊരു ബില്ല് കിട്ടുക എന്ന് പറഞ്ഞാൽ നോക്കിക്കോ, എൻട്രി നോക്കിക്കോ. കമ്പനിയാണ്. കമ്പനി മിസ്റ്റർ ബി. ആർക്കെങ്കിലും ഒരാൾക്ക് ക്രെഡിറ്റിന് എന്ത് ചെയ്തു? സെയിൽ ചെയ്തു. വീണ്ടും ഒരു 5000 രൂപക്ക് പൈസ കൊടുത്തില്ല, ബില്ലുണ്ടാക്കി ഡ്യൂറിങ് ദ ഇയർ. ഓക്കെ. അപ്പൊ ഇതിൽ എൻട്രി എന്താ വരിക? ഫസ്റ്റ് എൻട്രി സെയിലിന്റെ എൻട്രി. സെയിലിന്റെ എൻട്രി വരും മിസ്റ്റർ ബിക്ക് ക്രെഡിറ്റിന് ടു ക്രെഡിറ്റ് സെയിൽ, ഇങ്ങനെ വരും അല്ലെ ഫസ്റ്റത്തെ എൻട്രി. പിന്നെയോ ഈ സെയിലിന് പൈസ കൊടുത്തില്ല, പകരം ആര് വന്നു? ബിൽ റിസീവബിൾ ടു മിസ്റ്റർ ബി, ഇങ്ങനെയല്ലേ വരിക. സോ ബിൽ റിസീവബിൾ അക്കൗണ്ടിൽ ആര് വരണം? ടു സൺട്രി ഡെറ്റർ അല്ലെങ്കിൽ ടു ഡെറ്റർ. ഈന്റെ അർത്ഥം എന്താ? ഈ വർഷത്തിൽ നമുക്ക് കിട്ടിയ പുതിയ ബില്ലുകൾ. ഇതിന്റെ മീനിങ് ഈ വർഷത്തിൽ നമുക്ക് കിട്ടിയ റിസീവ് ചെയ്ത ബില്ലുകൾ. ഓക്കെ, അതാണ് ഇത്, ഈ സാധനം കേട്ടോ. ബിൽ റിസീവബിൾ റിസീവ് ഡ്യൂറിങ് ദ ഇയർ. ഓക്കെ, അതിന്റെ കൗണ്ടർ എൻട്രി ആണ് ഞാൻ ഇവിടെ കൊണ്ട് എഴുതുന്നത്. സോ ഹിയർ ഇറ്റ് ഇസ് ടു സൺട്രി ഡെറ്റേഴ്സ്. സൺട്രിന്ന് എഴുതിയിട്ട് ഇനി പ്രശ്നം വേണ്ട. സൺട്രിന്ന് എഴുതുക വെച്ചാൽ എല്ലാം ഒരുമിച്ചിട്ടല്ലേ ഉള്ളു, എയും ബിയും എല്ലാം ഇതിനകത്തുണ്ട്. സോ അതുകൊണ്ടാണ് സൺട്രി എന്നുള്ള വേർഡ് യൂസ് ചെയ്തത്. ഓക്കെ, സോ സൺട്രി ഡെറ്റേഴ്സ്. ഇവിടെ മനസ്സിലാവാത്തവർ എഴുതാം ബിൽ റിസീവബിൾ റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ മെൻഷൻ ചെയ്യാം. ഓക്കെ, ഇതിന്റെ കൗണ്ടർ എൻട്രി ആണ് ഇത്. ഓക്കെ, ദെൻ ഡിസോണർ ചെയ്യുമ്പോൾ എൻട്രി. ഡിസോണർ ചെയ്യുമ്പോൾ നമുക്കറിയാം കിട്ടുമ്പോഴുള്ളതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. സോ കിട്ടുമ്പോഴുള്ളതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇതാണ് കിട്ടുമ്പോഴുള്ള എൻട്രി. ഇതിനെ നേരെ തിരിച്ചിട്ട് എന്താവും? മിസ്റ്റർ ബി ടു ബിൽ റിസീവബിൾ. അപ്പൊ ബിൽ റിസീവബിൾ അക്കൗണ്ടിൽ ഇവിടെ ആര് വരും? ബൈ സൺട്രി ഡെറ്റർ. ബ്രാക്കറ്റിൽ എഴുതാ ഡിസോണർ. ബില്ല് ഡിസോണർഡ് ആയി. ഇതിന്റെ കൗണ്ടർ എൻട്രി ആണ്. ഓക്കെ, അക്കൗണ്ട് വരയുമ്പം ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലെ, ഈ ഒരു 2 ഐറ്റം അവിടെയും കൂടെ വരും, അറിയാലോ. ഓക്കെ, സോ ദിസ് ഇസ് ഡിസോണറിന്റെ എൻട്രി. ഒന്നും കിട്ടാത്തവര് ഓപ്പണിംഗ്, ക്ലോസിംഗ്, ക്യാഷ് കിട്ടുമ്പോൾ എൻട്രി, പുതിയ ബില്ല് റിസീവ് ചെയ്യുന്ന എൻട്രി, ഡിസോണർ ചെയ്യുന്ന എൻട്രി. പിന്നെ വരുന്നത് എൻഡോസിങ്ങിന്റെ ആണ്. എൻഡോസ്മെന്റ് ഇപ്പൊ പറയാം. ഓക്കെ, എൻഡോസ്മെന്റ് സി. കമ്പനി മിസ്റ്റർ എക്ക് ക്രെഡിറ്റിന് സെയിൽ ചെയ്തു, പൈസ തരാൻ നിർവാഹമില്ല. അപ്പൊ മിസ്റ്റർ ബി എ പറഞ്ഞ് ഇനിയൊരു ബില്ല് ഉണ്ടാക്കിക്കോ കമ്പനി.
എന്ത് ചെയ്തു, ആക്സെപ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ടോ. ഓക്കെ, ഈ ബില്ല് ഇപ്പം ആരുടെ കയ്യിലാണ് ഉള്ളത്? കമ്പനീൻ്റെ കയ്യിൽ. ഇതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് നോർമലി 3 months പ്ലസ് ഗ്രേസ് ഡേയ്സ് ആണ്. സോ അപ്രോക്സിമേറ്റ്ലി 3 months ആണ്. സോ കമ്പനിക്ക് എമർജൻസി പൈസ അല്ലേ, പോട്ടെ. കമ്പനി എന്ത് ചെയ്തു, വേറൊരാളുണ്ട് ക്രെഡിറ്റർ. കമ്പനി ഇയാൾക്ക് എത്ര പൈസ കൊടുക്കാനുണ്ട്? 5000. കമ്പനി അങ്ങോട്ട് കൊടുക്കാനുണ്ട്. കമ്പനീൻ്റെ കയ്യിൽ പൈസ ഇല്ല. കമ്പനി പറഞ്ഞു ഓക്കെ, എൻ്റെ കയ്യിൽ മിസ്റ്റർ എൻ്റെ ഒരു ബില്ലുണ്ട്, നിങ്ങളത് എടുത്തോളൂ, മെച്യൂരിറ്റിയിൽ നിങ്ങളത് ഏക്ക് കൊടുത്തിട്ട് പൈസ വാങ്ങിച്ചോളൂ. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് എൻഡോഴ്സ്മെന്റ്. ദാറ്റ് ഇസ് ഈ കമ്പനി ഈ ബില്ല് ആരുടെ പേരിലോട്ട് എൻഡോഴ്സ് ചെയ്ത് കൊടുക്കുന്നത്? മിസ്റ്റർ സി ആന്ന് വെച്ചോ ക്രെഡിറ്റർ. ഈ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എൻഡോഴ്സ്മെന്റ്. എൻട്രീസ് കണ്ടോ, സെയിൽ ചെയ്യും, ഫസ്റ്റ് സെയിൽ ചെയ്യുമ്പോൾ മിസ്റ്റർ എ ടു ഡെറ്റർ എന്ന് എഴുതുന്നു. നമുക്കതല്ലേ പരിചയം, ബിക്കോസ് നമ്മൾ ആ അക്കൗണ്ടല്ലേ വരുന്നത്. ഡെറ്റർ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽ എന്ന് എഴുതും. പൈസ തന്നില്ല, ബില്ല് തന്നു, ബില്ല് വരുന്നു, പകരം ഡെറ്ററിന് നമ്മൾ തരാനില്ല എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനിയോ ഈ ബില്ല് ഇപ്പോൾ കമ്പനീൻ്റെ അടുത്തുണ്ട്. ഈ ബില്ല് ആർക്ക് കൊടുക്കുന്നു? ക്രെഡിറ്ററിന് കൊടുക്കുന്നു. സോ ഇവിടെ എൻട്രി നോക്കിക്കോ, ക്രെഡിറ്റർ വരും, ആര് പോവും? ബില്ല് പോവും. സോ ബിൽ റിസീവബിൾ അക്കൗണ്ടിൽ ഇതിൻ്റെ കൗണ്ടർ എൻട്രി എന്ത് വരും? ബൈ ക്രെഡിറ്റർ, ബൈ ക്രെഡിറ്റേഴ്സ്. ഓക്കെ, ബൈ സൺട്രി ക്രെഡിറ്റേഴ്സ്. ഇവിടെ ഞാൻ എന്തെഴുതും? ബിൽ എൻഡോസ്ഡ്, ബിൽ എൻഡോസ്ഡ്. നിങ്ങളൊന്ന് നോക്കിയേ, ഇതാണ് എൻഡോസ് ചെയ്തതിൻ്റെ എൻട്രി അല്ലേ, ബിൽ എൻഡോസ്ഡ്. ഇതിൽ ഡെറ്റർ വന്നിട്ടുണ്ടോ? ഇല്ല. സോ ഓർമ്മയിൽ വെച്ചോ, ഇപ്പം നിങ്ങൾ ഐറ്റംസ് നോട്ട് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സാധനത്തിൽ ഏറ്റവും ലാസ്റ്റ് 7ാമത്തെ പോയിന്റ് എടുത്തേ. നോട്ട് എഴുതുന്നവർക്കാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. 7ാമത്തെ പോയിന്റിൽ ഞാൻ എഴുതിയിട്ടുണ്ട് ബിൽ എൻഡോസ്ഡ് ഡെറ്ററിൽ കാണിക്കാൻ പാടില്ല. റീസൺ ഇസ് ആ എൻട്രിക്കകത്ത് ഡെറ്ററേ ഇല്ല, അതാണ് കാര്യം. അപ്പോൾ ഡെറ്റർ അക്കൗണ്ടിൽ എൻഡോഴ്സ്മെന്റിന്റെ ഇഫക്റ്റ് വരാൻ പാടില്ല, എൻഡോഴ്സ്മെന്റിന്റെ ഇഫക്റ്റ് വരാൻ പാടില്ല. ബട്ട് എൻഡോസ് ചെയ്ത സാധനം ഡിസോണർ ചെയ്യുമ്പോൾ ഒക്കെ ഇതിൽ വരും. ആ ഡീറ്റെയിലിങ്ങിലൊക്കെ നിങ്ങൾ ബില്ലിന്റെ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് അവിടെയാണ് പറയാം. ഓക്കെ, ഞാൻ എടുക്കാൻ നമ്മളെ സിലബസിലില്ല, ബട്ട് അവിടെ നിങ്ങൾ അതൊക്കെ നോക്കണം. എനിവേ, ബിൽ എൻഡോസ് ചെയ്യുമ്പോൾ ഡെറ്റർ അക്കൗണ്ടിൽ വരൂല. കൂട്ടത്തിൽ ഓർമ്മിച്ചു, എൻഡോസ് ചെയ്ത ബില്ല് ഡിസോണർ ചെയ്യുമ്പോൾ ഇവിടെ വരും, ഡെറ്റർ അക്കൗണ്ടിൽ വരും. ബട്ട് നിങ്ങൾക്ക് അത് ചോദിക്കൂല, ഈ ഒരു ചാപ്റ്ററിൽ അതുണ്ടാവില്ല. ഓക്കെ, അപ്പം ഇതാണ് സംഭവം. സോ നിങ്ങൾ നോക്കി, ഇവിടെ ഒരു ക്രെഡിറ്റർ വന്നല്ലോ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്രെഡിറ്റർ അക്കൗണ്ടിൽ ഇതിൻ്റെ എഫക്റ്റ് വരണ്ടേ? അപ്പോൾ എന്ത് എഴുതണം? ടു ബിൽസ് റിസീവബിൾ എൻഡോസ്ഡ് എന്നങ്ങാണ്ട് ബ്രാക്കറ്റിൽ എഴുതണേ, എൻഡോസ്ഡ്. ഓക്കെ, ലെറ്റ് മീ സീ അവിടെ എന്താ എഴുതിയാണെന്ന് നോക്കിക്കോട്ടെ. ബിൽ റിസീവബിൾ എൻഡോസ്ഡ് കേട്ടോ. ബൈ ബിൽ റിസീവബിൾ എൻഡോസ്ഡ് എന്ന് ഇവിടെ എഴുതണം. മനസ്സിലായല്ലോ? എൻട്രി ഇങ്ങനെ വരിക. സോ ഈ എഫക്റ്റ്, എൻഡോഴ്സ്മെന്റിന്റെ എഫക്റ്റ് ഇവിടെയും വരണം, ഇവിടെയും വരണം. ഓക്കെ, ഡിസോണറിന്റെ കേസ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നില്ല. ഓക്കെ, നൗ വാട്ട് എൽസ്? സോ ബിൽ റിസീവബിൾ അക്കൗണ്ട് കഴിഞ്ഞു. ഇനി ബിൽ റിസീവബിൾ അക്കൗണ്ട് എന്തിനൊക്കെ ചെയ്യാന്ന് ചോദിച്ചാൽ, നിങ്ങൾ നോക്ക്, ചിലപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ഇത് പ്രിപ്പയർ ചെയ്യുക. ബാക്കി എല്ലാം തന്നിട്ടുണ്ടോ, ഇത് മിസ്സിംഗ് ആയിരിക്കും, അപ്പോൾ ഇത് കണ്ടുപിടിക്കും. മേ ബി ചിലപ്പോൾ ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിക്കാനായിരിക്കും ചെയ്യുക. സോ ആ സമയത്ത് നമ്മൾ അങ്ങനെ ചെയ്യും. ഇനിയല്ല, ചിലപ്പോൾ നിങ്ങൾ നോക്കി, ഇതിൻ്റെ ഇഫക്റ്റ് ഇവിടെ വന്നില്ലേ, ഇതും ഇവിടെ കൗണ്ടർ ഇഫക്റ്റ് ഇല്ലേ. സോ ചിലപ്പോൾ ഈ അക്കൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് ഈ ഒരു ഇൻഫർമേഷൻ ആവശ്യം ഉണ്ടാവും. സോ ആ സമയത്തായിരിക്കും ഇത് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക. സോ ഡിപ്പെൻസ് ഓൺ ദ സിറ്റുവേഷൻസ്. ഓക്കെ, പേടിക്കൊന്നും വേണ്ട കേട്ടോ, അതൊക്കെ കണക്ക് ചെയ്യുമ്പോൾ നമ്മൾ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മുടെ മെയിൻ ലിസ്റ്റിലെ ലാസ്റ്റ് ഐറ്റം ബിൽസ് പേയബിൾ. അക്കൗണ്ടൻസി നല്ല ഇഷ്ടമുള്ള കുട്ടിക്ക് ഇത് ഭയങ്കര നല്ല ഇഷ്ടമുള്ള ചാപ്റ്റർ ആയിരിക്കും. ഓക്കെ, ബിക്കോസ് നമുക്ക് നല്ല ഒരു നോളജ് വേണം. ഇത് ഇവിടെയാ വരിക, ഇത് ഇവിടെയാ വരിക. കാരണം പാർട്ട്ലി നശിച്ച അക്കൗണ്ട് എടുത്തിട്ടാണ് നിങ്ങളുടെ അടുത്ത് കൊണ്ടുത്തരുന്നത് അല്ലേ, ഫുള്ളാക്കുക എന്ന് പറഞ്ഞിട്ട്, കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. സോ നമുക്കത് ഇതിനെപ്പറ്റിയെല്ലാം ഏകദേശം ഒരു തറോ ആയിട്ട്, എനിവേ ഈ ഒരു സാധനം നമുക്ക് നന്നായിട്ട് അറിയണം. എന്നാലും മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു ചാപ്റ്റർ ഹാൻഡിൽ ചെയ്യാൻ പറ്റൂ. സോ
പ്ലീസ് നോട്ട് നിങ്ങൾ കൂടെ എഴുതിക്കൊണ്ട് പോവുക. ഞാൻ നോട്ട് നിങ്ങൾക്ക് തരാറുണ്ട്, അത് നിങ്ങൾ ബോദർ ചെയ്യേണ്ട. നിങ്ങൾ പ്രോബ്ലം പാർട്ടിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്ന നോട്ട്സ് നിങ്ങളുടെ നോട്ടിൽ എഴുതണം. ഓക്കെ, സോ ബിൽസ് പേയബിൾ അക്കൗണ്ട്. ബിൽസ് പേയബിൾ ആര്? ലാബിലിറ്റി. യെസ്, സോ ലാബിലിറ്റി ആണെങ്കിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം, ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. ലാബിലിറ്റിയുടെ ഓപ്പണിംഗ് ബാലൻസസ് ക്രെഡിറ്റ്, ലാബിലിറ്റീസ് ബാലൻസ് ക്രെഡിറ്റ് ആണ്, സോ ബാലൻസ് ഇവിടെ വരും. സോറി, ഓപ്പണിംഗ് ബാലൻസ് അവിടെ വരും, ക്ലോസിംഗ് ബാലൻസ് ഇവിടെ വരും. ആണല്ലോ? ആണ്. പിന്നെയോ 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 പിന്നെ എന്ത് ചെയ്യുമെന്ന് പറയോ? സി, ഈ ബില്ല് പേ ചെയ്താലുള്ള എൻട്രി. ഞാൻ കാശ് കൊടുത്തു, കമ്പനി കൊടുക്കാനുള്ള ബില്ലാണ് ഇത്. കമ്പനി ക്രെഡിറ്ററിന് കൊടുക്കാനുള്ള ബില്ല്. സോ ഇറ്റ് ഇസ് ടു ക്യാഷ് വരും. ക്യാഷ് കൊടുത്തു. ഇനിയോ ഈ ഇയറിൽ പുതുതായിട്ടുള്ള ബില്ല്. ഇവിടെ ബൈ സൺട്രി ക്രെഡിറ്റർ. ഇതിന്റെ എൻട്രി ഇപ്പൊ എഴുതാം. ഇത് ഈ വർഷം പുതുതായിട്ട് വന്ന ബില്ല്. ഇനി ഇവിടെ ശ്രദ്ധിച്ചോ. സി, പർച്ചേസ് നടക്കുമ്പോൾ, ക്രെഡിറ്റിൽ പർച്ചേസ് നടക്കുമ്പോൾ ആണ് കമ്പനിക്ക് ബിൽസ് പേയബിൾ ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ, കമ്പനി നമ്മളെ മിസ്റ്റർ സി ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്തു. ക്രെഡിറ്റ് പർച്ചേസ് 5000 റുപ്പീസ്. കമ്പനിയുടെ കയ്യിൽ പൈസ ഇല്ല. ആര് ബില്ലുണ്ടാക്കും? മിസ്റ്റർ സി ബില്ലുണ്ടാക്കിയിട്ട് ആരൊപ്പിട്ട് കൊടുക്കും? കമ്പനി. സോ കമ്പനി ഇയാക്കിയത് ബിൽ റിസീവബിളും, കമ്പനിക്ക് ഇതെന്താണ്? ബിൽസ് പേയബിൾ ആണ്. ആണല്ലോ? നമുക്ക് കമ്പനീന്റെ ബുക്കിൽ എൻട്രീസ് നോക്കാം. ഫസ്റ്റ് പർച്ചേസിന്റെ എൻട്രിയാ വരിക. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു മിസ്റ്റർ സി. ഇതാണ് ഫസ്റ്റ് എൻട്രി. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു മിസ്റ്റർ സി. ഓക്കെ, പിന്നെയോ ഇതിന് പകരം കമ്പനി ബില്ല് കൊടുത്തു. ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ മിസ്റ്റർ സി അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് പേയബിൾ. കമ്പനിക്ക് ഇതെന്താണ്? പേയബിൾ. ഓക്കെ, സോ ഹിയർ ഇറ്റ് കംസ് ബിൽസ് പേയബിൾ. സോ ഇവിടെ അതിന്റെ കൗണ്ടർ എൻട്രി ബൈ സൺട്രി ക്രെഡിറ്റർ. ഓക്കെ, ബൈ സൺട്രി ക്രെഡിറ്റർ. പുതിയ ബില്ല് കിട്ടിയാൽ ബില്ലിന്റെ വാല്യൂ കൂടുമോ? കൂടും. അപ്പം ഇവിടെ എഴുതണം ബൈ സൺട്രി ക്രെഡിറ്റർ. ഇനി അങ്ങനെ ആലോചിച്ചാലും മതി. ആരെടുത്തുനിന്നാ കിട്ടുക? ബിൽസ് പേയബിൾ. സോറി, കിട്ടലല്ല, ആക്സെപ്റ്റ് ചെയ്യലെന്ന് പറയും അല്ലേ. നമുക്കല്ലല്ലോ ഈ ബില്ല് കിട്ടുക. നമ്മളിതിൽ എന്താ ചെയ്യുന്നത്? ഈ കമ്പനി ആക്സെപ്റ്റഡ്. സോ ന്യൂ ബിൽ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഉള്ളത് ഇവിടെ എഴുതണം. ഇനി ഇത് ഡിസോണർ ചെയ്യുമ്പോൾ അതിൻ്റെ നേരെ ഇവിടെ വരും ടു സൺട്രി ക്രെഡിറ്റർ. ഇതെന്താണ്? ഡിസോണർ. ഓക്കെ, ഇവിടെ എന്തെഴുതണം? ബിൽസ് പേയബിൾ ആക്സെപ്റ്റഡ് അല്ലെങ്കിൽ ഇഷ്യൂഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ എഴുതണം. സോ ഇത്രയും ഐറ്റം ആണ് നിങ്ങൾക്ക് ഇതിനകത്ത് വരുള്ളൂ. ഇനി നിങ്ങളിത് ബാലൻസ് ചെയ്യും. സി, ഇവിടെയും അങ്ങനെ തന്നെ ഡിപ്പെൻസ് ഓൺ ദ ക്വസ്റ്റ്യൻ. ഇതിൽ ഏതാണോ കണ്ടുപിടിക്കേണ്ടതെന്നൊക്കെ ഉള്ളത് ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് ചെയ്യും. ഇനി നമുക്ക് റിസീവബിളിൻ്റെ ഒരു പ്രോബ്ലം, പേയബിളിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യും. റിസീവബിളിൻ്റെ പ്രോബ്ലം ഇപ്പം ബോർഡിൽ നിങ്ങൾക്ക് കാണാം. ബിൽസ് പേ റിസീവബിൾ ഓപ്പണിംഗ് ബാലൻസ് ഇസ് 20,000. സോ ഞാൻ ഇവിടെ എഴുതുവാണ് 20,000. ദെൻ അല്ലേ വേണ്ട, ഞാൻ സൊല്യൂഷൻ അടക്കം ബോർഡിൽ ഇടുന്നുണ്ട്, ഒന്ന് നോക്കിയാൽ മതി. ബിൽ റിസീവബിൾ ഓപ്പണിംഗ് ബാലൻസ് 20,000. ബിൽ റിസീവബിൾ റിസീവ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ 25,000. എവിടെ എഴുതണം? ഇപ്പുറത്തെ സൈഡിൽ ഡെബിറ്റിൽ അല്ലേ. ദെൻ ബിൽ റിസീവബിൾ ഡിസ്കൗണ്ടഡ് ഫ്രം ദ ബാങ്കർ. ഓക്കെ, സോ നമ്മളത് പറഞ്ഞിട്ടില്ല. ഇവിടെ ശ്രദ്ധിച്ചോ, ക്വസ്റ്റ്യൻ അവിടെ വെച്ചോ, ഇതെവിടെ ശ്രദ്ധിച്ചോ. ബില്ല് ബാങ്കിൽ കൊടുത്ത് ഡിസ്കൗണ്ട് ചെയ്തു എന്നാണല്ലോ അർത്ഥം. നിങ്ങളൊന്നും എൻട്രി ഒന്നും അറിയില്ല. ബില്ല് ബാങ്കിൽ കൊടുത്ത് ഡിസ്കൗണ്ട് ചെയ്ത് ബില്ലിന്റെ വാല്യൂ കുറയോ ഇല്ലയോ? നമ്മളെ കയ്യിലുള്ള ബില്ല് കൂടുവോ കുറയോ? ബില്ല് ബാങ്കിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ബില്ലിന്റെ വാല്യൂ കുറയും. കുറയുമ്പം എന്ത് ചെയ്യണം? ഏത് ഭാഗത്ത് എഴുതണം? കുറയുമ്പോൾ നമ്മൾ ഇവിടെ എഴുതണം. ബിക്കോസ് അസറ്റ് ആണ്. ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം എന്ന് പഠിച്ചു. ഓക്കെ, ആരെ എഴുതണം? എവിടെ പോയതാ ഇത്? ബാങ്കിൽ. അപ്പോൾ ഇവിടെ എന്ത് എഴുതണം? ക്യാഷ് വരും, ബാങ്ക്. ഓക്കെ, ഇവിടെ ബാങ്ക് എന്ന് എഴുതുക. 5,000 ആണെങ്കിൽ 5,000 എന്ന് എഴുതും. ഓക്കെ, ഇതാണ് നിങ്ങൾ ഇപ്പം ചെയ്യേണ്ടത്. ഇനി ഇതിൽ കുറച്ച് അറിയുന്ന പിള്ളേരുണ്ടാവില്ല, അവർക്ക് വേണ്ടി ഇവിടെ പറയാണ്. അവരുടെ മനസ്സിലൊരു ഡൗട്ട് ഇപ്പം വരും. ബാങ്കിൽ പോയി ഡിസ്കൗണ്ട് വരുമ്പം ഡിസ്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ട് ഇത് ഇങ്ങനെയാണ് വരിക. ബാങ്കിൽ എൻട്രി ഇത് നിങ്ങൾ മനസ്സിലായവരുടെ
കുറച്ചു നേരം ഒന്നും ലീവ് ഇട്ട്. ഓക്കെ, സി ഇവിടെ നമ്മൾ 5000 എഴുതും, ബിക്കോസ് ബില്ല് കുറയും, ബാങ്ക് ക്യാഷ് വരും. സോ അവിടെ നമ്മൾ ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എഴുതും. ഇനി ഡിസ്കൗണ്ടിന്റെ എൻട്രി ഇങ്ങനെയാ വരിക, നോക്കാം. മിസ്റ്റർ എ ക്രെഡിറ്റ് സെയിൽ ചെയ്തു, മിസ്റ്റർ എന്റെ കയ്യിൽ നിന്ന് ബില്ല് കിട്ടി. ഓക്കെ, ഇവിടെ വരെ. പിന്നെയോ ഈ ബില്ല് മെച്യൂരിറ്റി വരെ വെയിറ്റ് ചെയ്യാൻ സമയമില്ല. ഞാൻ ഈ ബില്ല് കമ്പനി ഈ ബില്ല് ഒരു ബാങ്കിന് കൊണ്ട് കൊടുക്കുന്നു. സോ ബാങ്ക് ടു ആര് പോവും? ബിൽ റിസീവബിൾ. ഇതാണ് ഞാൻ എഴുതി തന്ന എൻട്രി. ബട്ട് നോർമലി ഇതിപ്പോൾ 5000ന്റെ ബില്ലാണെങ്കിൽ നമുക്ക് ബാങ്ക് അപ്പം തന്നെ 5000 ഒന്നും തരൂല. അവരെത്രേ തരുള്ളൂ? 4500 തരുള്ളൂ. നമ്മളോട് എന്ത് എഴുതലുണ്ട്? ഡിസ്കൗണ്ടിങ് ചാർജ് എന്ന് പറഞ്ഞിട്ട് ഒരു 500 എഴുതലുണ്ട്. അറിയുന്ന പിള്ളേരോടാ പറയുന്നത്. അവർക്ക് കുറച്ച് അറിയുന്നവർക്ക് ഇവിടെ ഒരു കൺഫ്യൂഷൻ വരും, അയ്യോ ഇതിവിടെ ഡിസ്കൗണ്ടിങ് ഇല്ലേ എന്നുള്ളത്. ഡിസ്കൗണ്ടിങ് ഒക്കെ ഉണ്ട് ബിൽ റിസീവബിളിന്റെ ചാപ്റ്ററിൽ, അതൊക്കെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യണം. ബട്ട് ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഇവിടെ എന്ത് എഴുതിയാൽ മതി? ആ തന്നിരിക്കുന്ന എമൗണ്ട് ക്വസ്റ്റ്യനിൽ 5000 ആണെങ്കിൽ അവിടെ 5000 എഴുതിയാൽ മതി. സെപ്പറേറ്റ് തരുവാണെങ്കിൽ ഇവിടെ ഒരു ഡിസ്കൗണ്ടും കൂടെ വരും, അത്രയേ ഉള്ളൂ. ബട്ട് കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഇപ്പം അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ അവിടെ ബാങ്ക് എന്ന് മാത്രം എഴുതി. ഓക്കെ ഓക്കെ. നൗ ക്യാഷ് റിസീവ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് ബിൽ റിസീവബിൾ. ക്യാഷ് കിട്ടി 25,000. ഇപ്പോൾ ബോർഡിൽ കാണാം 25,000. ദെൻ ബില്ല് ഡിസോണർ ചെയ്യുമ്പോൾ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ 2500 എഴുതിയിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ? യെസ്. ദെൻ എൻഡോസ് ചെയ്യുമ്പോൾ എൻട്രി ബിൽ റിസീവബിൾ എൻഡോസ്ഡ്. എൻഡോസ് ചെയ്യുമ്പോൾ ഇവിടെ എഴുതേണ്ടത് ബൈ സൺട്രി ക്രെഡിറ്റർ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ബാലൻസ് ചെയ്യാം. ഇവിടെ എന്ത് കണ്ടുപിടിക്കാനാണ് നിങ്ങളോട് ക്വസ്റ്റ്യൻ പറഞ്ഞത്? ക്ലോസിംഗ് ബാലൻസ് ഓഫ് ബിൽ റിസീവബിൾ അല്ലേ? ബിൽ റിസീവബിൾ ആസ് ഓൺ 31st December 2013. സോ അത് നമ്മൾ അവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, നൗ ഒരു ക്വസ്റ്റ്യനും കൂടെ ബോർഡിൽ കാണാം. ഫ്രം ദ ഫോളോയിങ് ascertain the amount of bills payable on ഓപ്പണിംഗ് ബാലൻസ് ആണ് ഇവിടെ മിസ്സിംഗ്. ഓക്കെ, ഓൺ ഫണ്ട് 1 2013 കണ്ടുപിടിക്കണം. സോ ഹിയർ ഗിവൺ amounts are bills payable issued to creditors during the year 20,000. നമ്മൾ അറിയാം അവിടെ എഴുതണം, ക്രെഡിറ്റിൽ എഴുതണം ബൈ സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് 20,000 എഴുതണം. ദെൻ ടു ബിൽസ് പേയബിൾ പെയ്ഡ്, അതായത് പൈസ കൊടുത്തു. അപ്പൊ ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 10,000 എഴുതണം. ബിൽസ് പേയബിൾ ഡിസോണേർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു 4,000 രൂപ കാണാം. അപ്പൊ അത് എന്താ? ഡിസോണർ ചെയ്യുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ടു സൺട്രി ക്രെഡിറ്റർ. പിന്നെയോ ക്ലോസിംഗ് ബാലൻസ് ഇസ് ഗിവൺ. ബാലൻസ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദി ഓപ്പണിംഗ് ബാലൻസ്. ഓക്കെ, ബാക്കി ഞാൻ നാളെ എടുക്കാം. അതിനേക്കാളും മുന്നേ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ തറവ് ആകണമെങ്കിൽ ഓരോ അക്കൗണ്ടിലും ഞാൻ പറഞ്ഞ ഓരോ, ഇതിപ്പോ ഞാൻ 4 എണ്ണം ഒരുമിച്ച് ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഈ ഓരോ ഐറ്റവും എന്താണ് ക്വസ്റ്റ്യനിൽ വരുന്നത്. ഇവിടെ എന്താ സാധനം? ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ഡെറ്റർ. കണ്ടാൽ നിങ്ങൾക്ക് അത് അറിഞ്ഞിരിക്കണം. ദിസ് ഇസ് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ഡെറ്റർ. വാട്ട് ഇസ് ദിസ്? ബൈ ക്യാഷ്. ഡെറ്റർ എടുത്തുനിന്ന് ക്യാഷ് കിട്ടി, അതാണ് ഇത്. ക്യാഷ് കിട്ടി. വാട്ട് ഇസ് ദിസ്? ബിൽ റിസീവബിൾ. ഡെറ്റർ എടുത്തുനിന്ന് ബിൽ റിസീവബിൾ റിസീവ്ഡ്, ഇതാണിത്. ഡിസ്കൗണ്ടോ? ഓ, നമ്മൾ ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്, ഡെറ്ററിന് ഡിസ്കൗണ്ട് അലൗഡ്, അതിവിടെ മനസ്സിലാവണം. ബാഡ് ഡെറ്റ് വന്നാൽ ഇവിടെ എഴുതണം. ഓ, സെയിൽസ് റിട്ടേൺസ്, അപ്പൊ ഡെറ്റർ കുറയും, ഇവിടെ എഴുതണം. ദെൻ ഹിയർ കിട്ടിയ ബില്ല് ഡിസോണർ ആയിപ്പോയി, അതാണ് ഈ ഒരു ഐറ്റം. ദെൻ ക്രെഡിറ്റ് സെയിൽസ്. ഇതിങ്ങനെ കണ്ടാൽ നിങ്ങൾക്കിത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം ക്വസ്റ്റ്യനിൽ. സോ അതിന് എളുപ്പ വഴി ഒന്നുമില്ല. നിങ്ങൾ ഈ സാധനം തറോ ആക്കുക. ബൈ ഹാർട്ട് സ്റ്റഡി ഞാൻ പ്രിഫർ ചെയ്യില്ല. നിങ്ങൾ ഓരോ ഐറ്റവും ഇന്ന ഐറ്റമാണ് ഇവിടാന്നുള്ളത് ബൈ ഹാർട്ട് സ്റ്റഡിയിലൂടെ അല്ലാണ്ട് നിങ്ങൾക്കത് അറിഞ്ഞിരിക്കണം. നൗ ക്രെഡിറ്ററിന്റെ അക്കൗണ്ട് ആണെങ്കിൽ പെട്ടെന്ന് ഇവിടെ എന്താ പറയാ, ഡിസോണർ എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് അറിയണം ഇവിടെ ടു ബിൽസ് പേയബിൾ, സോറി ബൈ ദ ബിൽ പേയബിൾ മീൻസ് ഇഷ്യൂ ചെയ്ത ബില്ലാണ്. ഇതോ അത് ഡിസോണറായി. ക്യാഷ് കൊടുത്തു, ക്രെഡിറ്ററിന് ക്യാഷ് കൊടുത്തു, ക്രെഡിറ്റർ ഡിസ്കൗണ്ട് നമുക്ക് തന്നു, നമ്മൾ പർച്ചേസ് റിട്ടേൺ നടത്തി, എൻഡോസ് ചെയ്തു. സോ അതൊക്കെ നിങ്ങൾ ഇത് കണ്ടാൽ മനസ്സിലാവണം. മേ ബി ഒരു 2-3 പ്രോബ്ലം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കത് ഓക്കെ ആയിക്കോളും. എന്നാലും നിങ്ങളിത് ഫോമാറ്റ് ഒരിത്തിരി ടൈം എടുത്തിട്ട് പഠിക്കുക. ഞാൻ തന്ന 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇതിനെ ബേസ് ചെയ്തിട്ട് അത് ചെയ്യുക. പ്ലസ് നിങ്ങൾക്ക് ഞാൻ ഗ്രൂപ്പിലും ഇതേപോലെ ഇതേ സാധനത്തിന്റെ 4 ക്വസ്റ്റ്യൻ ഇടും. അതിൽ കുറച്ചും കൂടി കൂടുതൽ ഐറ്റംസും കാര്യങ്ങളും വേണ്ടാത്ത ഐറ്റംസ് ഒരുപാടൊക്കെ ഉണ്ടാവും. സോ അതൊക്കെ നിങ്ങൾ
ഐഡൻറ്റിഫൈ ചെയ്യേണ്ടവരും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോയിസ് മെസ്സേജും സെൻഡ് ചെയ്യും. അതും കൂടെ ചെയ്യാം. പെട്ടെന്ന് ഞാൻ ഈ ചാപ്റ്റർ തീർക്കും. ഓക്കെ, മേ ബി എൻ്റെ മനസ്സിൽ സൺഡേ ഓൺവേർഡ്സ് ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. ഗുഡ് ലക്ക്.